മനുഷ്യൻ അഭിമുഖീകരിക്കപ്പെടുന്ന സകല പ്രശ്നത്തിനും ഒറ്റമൂലി പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ഒറ്റമൂലി. അതിന് നിങ്ങൾ ഒറ്റമൂലി നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതെന്താണ്? നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലാണ്, വൈവാഹിക ജീവിതത്തിലാണ് പ്രയാസങ്ങൾ, വിഷമങ്ങൾ അല്ലെങ്കിൽ അസന്തുഷ്ടിതമായ കാര്യങ്ങൾ അനുഭവപ്പെടുന്നതെങ്കിൽ അവിടെയും ഒരു പരിഹാരമുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒറ്റ വാക്കിൽ, ഒരായത്തിൽ അതിന് പരിഹാരം പറഞ്ഞിട്ടുണ്ട്. ഇനി മക്കളുടെ പ്രശ്നത്തിലാണ് നിങ്ങൾ വിഷമം, ടെൻഷൻ അടിക്കുന്നെങ്കിൽ പരിഹാരം അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സാമ്പത്തിക മേഖലയിലാണ് പ്രയാസപ്പെടുന്നതെങ്കിൽ അവിടെയും ഒരു പ്രതിവിധി ഇസ്ലാം ഒരൊറ്റ ആയത്തിൽ അതിനുള്ള മിഫ്താഹ്, ആ പ്രയാസം മറികടക്കാനുള്ള താക്കോൽ നിൻ്റെ മുമ്പിലേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. എന്താണ് ആയത്ത്? അതിന് നിങ്ങളൊന്ന് തീരുമാനിച്ചാൽ മതി. ഈ ആയത്തൊന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട് ഖുർആൻ. അതാണ് ഖുർആൻ്റെ ഈ ലോകത്ത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഒരൊറ്റ ആയത്തിൽ അല്ലാഹു തആല കൊടുത്തു. അതാണ് ഇതിൻ്റെ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ അത്ഭുതം. അതിന് ഒരു ആയത്തൊന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വിജയിക്കണോ, വൈവാഹിക ജീവിതത്തിൽ സന്തോഷമായി ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കണോ, മക്കൾ സന്തുഷ്ടരായി ദീനിലായി വളരണോ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ടെൻഷനുകളില്ലാതെ വളരണോ, ഒരു പ്രതിവിധി ഈ ആയത്തിലുണ്ട്. ഏതാണ് ആയത്? വമൻ യത്തഖില്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചാൽ. ഏത് വിഷയത്തിൽ? നിങ്ങളുടെ ടെൻഷൻ ഏത് മേഖലയിലാണ്? വൈവാഹിക ജീവിതത്തിൽ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് അവിടെ തഖ്വ ഇല്ലാത്തത് കൊണ്ടാണ്. എവിടെയാണ് ഇസ്ലാം പറയുന്നത്? അവൻ്റെ ജീവിതത്തിൽ ഇസ്ലാം പറയുന്നൊരു പോയിന്റ് ഉണ്ട്. എവിടെയാണ് ക്ലേശങ്ങൾ, സംഘട്ടനങ്ങൾ വരുന്നത്? ഭർത്താവ് അറിയാതെ ഭാര്യ ചിറ്റിങ്ങും നടത്തുമ്പോഴാണ് അവിടെ സംഘട്ടനങ്ങൾ വരുന്നത്. അവിടെ തഖ്വ വരുമ്പോഴാണ് അവിടെ ആ ജീവിതത്തിൽ സുഖങ്ങളില്ലാതെ പോകുന്നത്. അപ്പോൾ വമൻ യത്തഖില്ലാഹ്, ആണും പെണ്ണും വൈവാഹിക ജീവിതത്തിൽ പാലിക്കേണ്ട തഖ്വ അവൻ ഉണ്ടെങ്കിൽ യജ്അൽ ലഹു മഖ്റജ, അവൻ്റെ ആ ടെൻഷനുകൾ, വൈവാഹിക ജീവിതത്തിലുള്ള ടെൻഷനുകൾ അതവിടെ നിന്ന് തീരും. ഇനി സാമ്പത്തിക മേഖലയിൽ അതാണല്ലോ മനുഷ്യന് രണ്ടാമത് ഒന്നാമത് അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം, ക്യാഷ് ഇല്ലാത്തൊരു പ്രശ്നം. എന്തുകൊണ്ട്? അവന് അല്ലാഹു തആല ഒരു ജോലി നൽകിയേക്കാം, സമ്പത്ത് ഒരു സമയത്ത് അല്ലാഹു തആല അവനക്ക് നൽകിയേക്കാം. ആ നൽകുന്ന സമയത്ത് അവൻ തഖ്വ അതിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അവൻ അത് പരിശോധിക്കും. ഒരാൾ അല്ലാഹു നൽകിയ സമ്പത്തിൽ അവൻ അധ്വാനിക്കുന്ന മേഖലയിൽ, പണമുണ്ടാക്കുന്ന മേഖല ഏതായാലും ശരി, അതിലൊക്കെ അല്ലാഹ് പറഞ്ഞ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വ ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ അവന് സാമ്പത്തികമായിട്ട് ഒരു പ്രയാസം ഉണ്ടാവില്ല. യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു തആല ഒരു വഴി അവനിക്ക് തുറന്നു തരും. അവിടെ തഖ്വ പാലിക്കാം. ഇതൊരു കീവേഡാണ്.
അതുപോലെ മക്കൾ മറ്റൊരാണ്. മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ. നിങ്ങളുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ തഖ്വയുള്ളവരാക്കി മാറ്റുന്നതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കണ്ടിട്ടാണോ നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത്? നിങ്ങൾ തഖ്വയുള്ളവരായി നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളും സ്വാഭാവികമായി തഖ്വയുള്ളവരായിട്ട് വളരും. അപ്പം ഇനി നീട്ടിപ്പറയുന്നില്ല. ഈ ഒരായത്ത് ഉമയ്യത്തഖില്ല, അത് നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ മാറ്റങ്ങൾ സ്വീകരിക്കുക. യുവർ ലൈഫ് ചേഞ്ച് വെൻ യുവർ ഹാബിറ്റ് ചേഞ്ച്. നമ്മുടെ ഈ തെറ്റായ ഹാബിറ്റുകളൊക്കെ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് മാറുന്നത്. അതുകൊണ്ട് തഖ്വ എന്ന് പറയുന്ന മൂല്യത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തഖ്വ കൺട്രോൾ യുവർ മൈൻഡ് ടു ചേഞ്ച് യുവർ ലൈഫ് എന്നാണല്ലോ. അപ്പോൾ നമ്മുടെ ഇതൊരു തഖ്വ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. എന്നാൽ ടു ചേഞ്ച് യുവർ ലൈഫ്, നിങ്ങളുടെ ഈ ലൈഫിനെ തഖ്വ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് യു ചേഞ്ച് യുവർ തിങ്കിങ്. ഈ മോശപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കുന്നതൊക്കെ ഈ പരിശുദ്ധമായ മുഹറത്തിനെ അനുബന്ധിച്ച് പുതിയൊരു വർഷം കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഈ തെറ്റായ ചിന്തകൾ കാര്യങ്ങളൊക്കെ മാറ്റി നിങ്ങളുടെ നല്ലൊരു തഖ്വപരമായിട്ടുള്ള ചിന്ത വന്നാൽ ദെൻ യു ആർ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ 2026 ഈ മുഹറത്തിൽ നമുക്ക് എടുക്കാനുള്ള പ്ലാൻ, ഡിലീറ്റ് നെഗറ്റീവ് പീപ്പിൾ. എല്ലാ നെഗറ്റീവായ ജനങ്ങളെ, നമ്മുടെ തെറ്റിലേക്ക് നയിക്കുന്ന എല്ലാവരെയും നമ്മൾ ഒഴിവാക്കുക. അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്സ്, നമ്മളിലേക്ക് വന്നു പോയ തെറ്റുകളൊക്കെ സ്വീകരിക്കുക. ഫോർഗെറ്റ് യുവർ പാസ്റ്റ്, കഴിഞ്ഞത് പോയ കാര്യത്തിൽ ഞാനതൊക്കെ ഇനി എനിക്ക് നന്നാവാൻ കഴിയും, കഴിഞ്ഞതൊക്കെ മറക്കുക. അതിൽ ഖേദിച്ച് ഇനിയൊരു പുതിയ ലൈഫ്, റീസ്റ്റാർട്ട് യുവർ ലൈഫ്, പുതിയൊരു ജീവിതം തുടങ്ങുക. അതുകൊണ്ട് ആയത്തൊന്നുകൂടി പറയുന്നു, അവനിക്ക് അല്ലാഹു തആല ഏതു മേഖലയിലാണോ തഖ്വ കാണിക്കുന്നത് അവിടെ അവനിക്ക് വേണ്ടത് മിൻ ഹൈസു ലാ യഹ്തസിബ്, അവന് വിചാരിക്കാത്ത ഭാഗത്തോടെ